നമസ്കാരം, സംരംഭകയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ശോഷ ഇലയിലൂണ്, ശോഷ ഓർഗാനിക് മിൽക്ക്, ശോഷ ഡിഷ് വാഷ്, ശോഷ നൈറ്റികൾ. ഇന്ന് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥയായിട്ടുള്ള അഞ്ജു കുര്യനാണ്. നമസ്കാരം മാഡം. നമസ്കാരം. ഈ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവുന്നതേ ഉള്ളൂ. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വളർച്ചയാണ് ഇതിനുണ്ടായത്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം? തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഇച്ചായൻ്റെ അമ്മ ശോഷ വർഗീസാണ് ഇതിൻ്റെ തുടക്കത്തിൻ്റെ കാരണം. മദറിലോയോ? എങ്ങനെ? അതൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ മദറിനോടെ പേര് ശോഷ വർഗീസ് എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത് ശോഷ പൊതിച്ചോറുകളാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ മറ്റുള്ള അമ്മായിമ്മമാരെ പോലെ അല്ല ഞാൻ. കൊച്ചിനിവിടെ എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടാവും. അല്ലാതെ അതെടുക്കരുത് ഇതെടുക്കരുത് അത് കൂട്ടി വെക്കുന്നു ഒന്നും ഞാൻ ചെയ്യത്തില്ല. അതേ അടുക്കളയുടെ താക്കോൽ ഇന്ന് ഞാൻ അങ്ങ് തരുക. പിന്നെ ഇവിടെ എല്ലാവരും ഇലയിലാ ഊണ് കഴിക്കുന്നത്. അതൊന്ന് ഫോളോ ചെയ്തേക്കണം. അതിന് മാത്രമുള്ള ഇല നമ്മുടെ പറമ്പിലില്ലല്ലോ. നമ്മുടെ പറമ്പിലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ നിന്ന് എടുക്കണം. അവിടെ തീർന്നു പോയാൽ അതിൻ്റെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് എടുക്കണം. പക്ഷേ ഇല ഇവിടെ മസ്റ്റാ. ഇനിയിപ്പോൾ ഒരു പാത്രം കൂടി ഇരിപ്പുണ്ട്, അത് പട്ടിക്ക് കൊടുക്കണം. അവനെയും കൂടി ഇലയിൽ തീറ്റിക്കാൻ ഇനി പരിശീലിപ്പിക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പം ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴേ. അതാണോ കാര്യം? അതിനറിയോ, അമ്മ ഇപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ കയറിയിട്ട് ഈ പ്രകൃതി ജീവനത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഈ ഇലയിലൂണേ എനിക്കിഷ്ടം. ഓ, ഇച്ചായന് ഇഷ്ടമാണോ? ഇച്ചായൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. പട്ടി ഞാൻ വാഴല പറിക്കാൻ വന്നതോ. അയ്യോ, കൊച്ചായിരുന്നോ? ഞാൻ ഓർത്ത് പട്ടിയായിരിക്കുമെന്ന്. പട്ടിയോടൊന്നും ഇങ്ങനെ ചെയ്യല്ലേ. ശോശയുടെ പട്ട് മരുമോക്കം കിട്ടി. ഹായ്. ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാം. എന്നാ മോളെ? ഈ ഇല വെട്ടുന്ന കാര്യത്തെ പറ്റിയേ. ഈ ഇല വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കുവാ ഞാൻ ഈ ഇലയിൽ പൊതിച്ചോറ് കൊണ്ടുപോയി ഇപ്പോൾ ഓഫീസിലുള്ള എല്ലാവർക്കും പൊതിച്ചോറ് കിട്ടണമെന്നാ. നിനക്ക് എങ്ങനെയാ അത് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റുമോ? BA ഇംഗ്ലീഷ് പഠിച്ച എന്നോടോ? അല്ല, അതിപ്പോൾ ഒരു കുറവായിട്ട് കാണണ്ട. അവർ പൈസ തരും. പൈസ കിട്ടുമെങ്കിൽ നോക്കാം. എത്ര വാഴയില വേണം വെട്ടിക്കോ? ഒരു യുവ സംരംഭകയുടെ പ്രയാസവും വിഷമമൊക്കെ എനിക്കറിയാം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നാട്ടിൽ പല ബിസിനസ് നടത്തി പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്. അവിടെ നിന്ന് തിരികെ വന്നിട്ടാണ് ഇതുപോലത്തെ വാഴത്തോപ്പൊക്കെ ഞാൻ കെട്ടി ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ഒരിലയ്ക്ക് എനിക്കൊരു 10 രൂപ വെച്ച് തന്നാൽ മതി. വാവ്! മലയാളികളുടെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയായ ഇലയിലൂണ് ഇത്രയും സക്സസ് ആക്കി. അതെ, ഞങ്ങളുടെ അടുത്ത സംരംഭം എന്ന് പറയുന്നത് ശോഷ ഓർഗാനിക് മിൽക്കാണ്. അത് വളരെ ആസ്വദിച്ച് ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണ് അല്ലേ? BA ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് ഞാൻ ഈ കിടത്തി കാണിക്കണത്. നിങ്ങളെ വളക്ക് എന്നെ കവർവാല ഇറങ്ങത്തില്ലേ? ഞാനിവിടെ പശു തൊഴുതും കഴിയും പശുവിനെ കുളിപ്പിച്ച് നടക്കുമെന്ന് എൻ്റെ വീട്ടുകാരും അറിഞ്ഞാണ്ടല്ലോ. പശു ഇങ്ങോട്ട് വാ. പശു മോളെ അഞ്ചു, എനിക്ക് 8-10 പശുവുണ്ട്, നോക്കുന്നോ? അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും? എൻ്റെ മോള് UK അങ്ങോട്ട് ഞങ്ങൾ പോവാ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? അഞ്ചു ഈ BA ഒക്കെ പഠിച്ചല്ലേ? പാല്, തൈര്, പാൽപ്പൊടി വെച്ചടി കയറ്റ. സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിലൊന്നാണ് വസ്ത്ര സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു ആശയത്തിൽ തുടങ്ങിയതാണ് ഞങ്ങൾ ശോഷ നൈറ്റീസ്. അത് ഇപ്പോൾ ഇത്രയും സക്സസ്സിലായിരിക്കാനുള്ള ഏക കാര്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആടി, ഇത് നല്ല രസമുണ്ട്. നിന്റെ കോലം നോക്ക്, ഇങ്ങനത്തെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് നടക്ക്. ആരാ? അമ്മ ഇവളെൻ്റെ കൂട്ടുകാരിയാ. അതെ, എനിക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതാ. മോളുടെ പേരെന്നാ? ടീനാന്നാ. മോള് ഫെമിനിസ്റ്റ് ആണോ? അയ്യോ, അതിനാ ആൻറ്റി അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ ഡ്രസ്സ് കണ്ടുകൊണ്ട് ചോദിച്ചതാ. അയ്യോ ആൻറ്റി, ഇത് ജുബ്ബയല്ല, ഇതുപോലത്തെ കുർത്തായാ.
അഞ്ചു ഒന്നിങ്ങ് വന്നേ. പോരുന്നു. എന്നാ അമ്മ വിളിച്ചേ? എനിക്കിതുപോലത്തെ ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഒരു ചുരിദാർ ഇവിടെ എല്ലാം വെട്ടിക്കീറി, എനിക്കിഷ്ടമല്ല. നൈറ്റിയാ എന്തുകൊണ്ട് നല്ലത്. ഇത് കേട്ടോ, എന്തൊരു പ്രൗഢിയാ, എന്തോ ഒരു അന്തസ്സാ. ഇവിടെ മിഷീൻ ഉണ്ടല്ലോ, എടുത്ത് തുണി എടുത്ത് അങ്ങ് തയ്ക്കാം അങ്ങോട്ട്. അത് പിന്നെ ഞാൻ BA ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ്ങാണ് പഠിച്ചത്. എനിക്കിത് രണ്ടും ഒന്നൊക്കെ തന്നെ. ഈ ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ തുണി മുറിച്ചിട്ട് ഓരോ അളവിലൊക്കെ തയ്ക്കുന്നതല്ലേ. നൈറ്റി മതി. ഭർത്താവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ പലർക്കും ഒരു പേടി സ്വപ്നമാണ്. എന്നാൽ ഇത്രയും സപ്പോർട്ട് തരുന്ന ഒരു അമ്മായിമ്മ ഞങ്ങളുടെ പ്രഷർക്കൊന്ന് കാണാൻ സാധിക്കുമോ? അമ്മ പോയി. എവിടെ? പള്ളി പോയോ? അല്ല, അമ്മ മരിച്ചുപോയി. ഓ സോറി. അല്ലേലും ദൈവം നല്ലവരെ പെട്ടെന്ന് വിളിക്കും. എന്ത് പറ്റിയതാ? അസുഖം വല്ലായിരുന്നോ? അമ്മേ, എന്താ അമ്മേ? ഓ ഇല്ല, വൈകിട്ട് ഇച്ചിരി കപ്പ കഴിച്ചത് ഗ്യാസ് കയറിയതാന്നേ. അതൊന്നും കുഴപ്പമില്ല. നമുക്കെന്നാ ആശുപത്രി പോയാലോ? എന്നാത്തിന് ആശുപത്രിയിലൊക്കെ പോകുന്നേ? അവരങ്ങ് കൊണ്ട് ICU കയറ്റിയിട്ട് പിന്നെ ECG അതും ഇതൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഇതിപ്പോൾ അങ്ങ് പൊക്കോളും. നമുക്കൊന്ന് കൊണ്ടുപോയാലോ? എന്നാത്തിന്, ഞാനിപ്പോൾ ഇച്ചിരി വായുഗുളിക കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങ് പൊക്കോളും. അമ്മച്ചീനെ ആശുപത്രി കൊണ്ടുപോകുന്ന കേട്ടോ നല്ലത്. അമ്മ പക്ഷെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്കിത് ഗ്യാസ് ഞാൻ തോന്നുന്നില്ല. വായുഗുളി കഴിച്ചിട്ടുണ്ടല്ലോ, ആയിരിക്കും. കണ്ടാ നിന്ന് ശരി. അന്ന് ആ ഉദ്യമം വിജയിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊരു വായുഗുളികയുടെ ഒരു ഹോൾസെയിലിൻ്റെ ബിസിനസ്സും കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേനെ. ശോശാമ്മ വായുഗുളികൾ. പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ അമ്മ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പൊന്നുവേ, ഇവള് മനഃപൂർവ്വം ചിരിക്കുന്നതാടാ. വളർച്ചയാണ് ഇതിലുണ്ടായത്. ഇത് എന്താണ് ഇതിന്റെ പെട്ടെന്നൊരു വളർച്ച കാണിക്കുന്നത്? മനസ്സിലാ, ആ ഒരു സാധനം എനിക്ക് കിട്ടിയില്ലേ? എൻ്റെ മാതാവിനോട് പേര്. ഓക്കെ, അമ്മ മരിച്ചുപോയി. അയ്യോ സോറി. ഒരു പൈസ വീട്ടിലൂടെ അല്ലല്ലോ, ഇലയിലൂണ്. ആ നീ ഇലയൂണ് വീട്ടിൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കേറി വരുന്നൊരു ചിരിയോ. സോറി. റെഡി. അയ്യോ എനിക്ക് പറ്റുന്നില്ല. ഞാനും നോക്കട്ടെ. അയ്യോ ചിരിക്കല്ലേ. തിരിഞ്ഞു പറയണം മോളെ. എത്ര വാഴയില വെള്ളം വെട്ടിക്കോ? നീ എന്താ ചിരിക്കുന്നേ? ഒരു ഒറ്റാടി. ഇവള് ചിരിക്കുവാടാ. ഇവള് മറ്റേ ഇതുപോലെ നിൽക്കുവന്ന് ഇങ്ങനെ പൊക്കോ. ഇത്ര നേരം നീ ആരുടെയും കൂടെ നിന്നിട്ട് ഇവള് മര്യാദക്ക് ഇന്ന് ചെയ്തോണ്ടിരുന്നാണേ. ഇവളെ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഇതാക്കാൻ വെട്ടി ഞാൻ. എടാ ഇവള് ചിരിക്കുവാടാ. പൊന്നു